28 പുസ്തകങ്ങൾ ഈ പുസ്തകമേളയിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശ്രീ ടി മുഹമ്മദ് ബഷീറും തോമസ് ഐസക്കും ചേർന്ന് 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഇന്ന് രാവിലെ 2 പുസ്തകങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് പ്രകാശനം ചെയ്തു. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നമ്മൾ 7 പുസ്തകങ്ങളുടെ പ്രകാശനമുണ്ട്. എല്ലാ ആളുകളെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഓരോ പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്ന ആളുകളെയും അത് പ്രസിദ്ധീകരിച്ച ആളുകളെയും ആദ്യമായി ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. പുസ്തകം ഒരു കവിതാ സമാഹാരം ശ്രീ രാജൻ പൊറ്റമലിൻ്റെ ജീവിതജാഥ എന്ന കവിതാ സമാഹാരം ആണ് ഒന്ന് പ്രകാശനം ചെയ്യുന്നത്. അതേപോലെ റാഫി പരതക്കാട് അത് പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട MLA കെ പ്രേംകുമാർ അവർകളാണ്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഞാനല്ലാത്ത ഞാൻ എന്ന ഒരു പുസ്തകം റാഫി പരതക്കാടാണ് രചിച്ചത്. അത് പ്രകാശനം ചെയ്യുന്നത് ബഹുമാന്യനായ MLA TV ഇബ്രാഹിം അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഉണ്ണികൃഷ്ണൻ മുതുകുളത്തിൻ്റെ ഫോക്ലോറുകളെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം പ്രകാശനം ചെയ്യുന്നത് കേളി നളിനം എന്ന ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പഴയ മന്ത്രി ശ്രീ പന്തളം സുധാകരൻ അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ എനിക്ക് വളരെ സ്നേഹവും എൻ്റെ വളരെ ആത്മാർത്ഥമായ ബന്ധവുമുള്ള ശ്രീ കനകം നടുവത്തൂരിൻ്റെ പുസ്തകം അപ്പുവും അമ്മമ്മയും എന്ന കുട്ടിക്കവിതകൾ ചേർന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മൾക്കേവർക്കും ഈ കേരളത്തിന് സുപരിചിതയായ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേരള വിജ്ഞാനകോശത്തിൻ്റെ പഴയ മാനേജിംഗ് ഡയറക്ടറൊക്കെ ആയിരുന്ന ഡോക്ടർ സുലേഖ അവർകളാണ്. അവരെയും ഞാൻ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ സ്ട്രോ സ്റ്റോറീസ് എന്ന CK ബിജുവിൻ്റെ പുസ്തകം സ്ട്രോകളെക്കുറിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തവും മനോഹരവുമായ ഒരു പഠന പുസ്തകമാണ്. വളരെ രസകരമായി അവതരിപ്പിച്ച ആ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ശ്രീ മനോജ് K പുതിയവിളയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ചേർത്ത് പിടിക്കുമ്പോൾ എന്നവയിൽ കുട്ടികളുടെ മനോഹരമായ ഒരു കുട്ടിക്കവിതകൾ ചേർന്ന പുസ്തകങ്ങൾ PT മണികണ്ഠൻ അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിലാണ് ഇവിടെ ഇത് പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹം ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇവിടേക്ക് വന്നില്ല. പക്ഷേ അദ്ദേഹം പ്രകാശനം ചെയ്യാനും സ്വീകരിക്കാനും വേണ്ടിയുള്ള വിശിഷ്ട വ്യക്തികളെ ഈ ചടങ്ങിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ശ്രീ ഡോക്ടർ MT ശശി അത് പ്രകാശനം ചെയ്യുകയും ഉണ്ണി അച്ഛനബലം അത് സ്വീകരിക്കുകയും ചെയ്യും. എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം ഓരോരോ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത് അതിൻ്റെ പ്രധാന വിശിഷ്ട വ്യക്തികളുടെ സംസാരവും കഴിഞ്ഞ് നമ്മൾക്ക് അവസാനം നന്ദി പ്രകടനവും കഴിഞ്ഞ് എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഏകദേശം നമുക്ക് 3 സ്ലോട്ട് ഈ പരിപാടിക്ക് ഇടയെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 3 സ്ലോട്ട് ഒന്നിച്ചൊന്നിച്ച് വെച്ചതാണ്. അപ്പോൾ 3 കൂടെ ഒന്നിച്ച് നടത്തി പരിപാടി ഗംഭീരമാക്കാനുള്ള ഒരു താല്പര്യത്തോടെയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിക്ക് എത്തിയ എല്ലാ ആളുകളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യത്തെ പുസ്തകമായ ജീവിതജാഥ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ K പ്രേംകുമാറിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം അത് സ്വീകരിക്കാൻ വേണ്ടി പ്രസാധകനും എഴുത്തുകാരനുമായ ശ്രീ അംസ ആലുങ്കലെയും ഞാൻ സഹർഷം ക്ഷണിക്കുകയാണ്.
ശ്രീ ബഹുമാനപ്പെട്ട MLA 2 വാക്ക് സംസാരിക്കും. വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞവരെ, സദസ്സിലുള്ള ഏറ്റവും പ്രിയമുള്ളവരെ, സുദീർഘമായ ഒരു സംസാരത്തിന് ഇവിടെ സമയമില്ല, പ്രസക്തിയുമില്ല. ഒട്ടേറെ പേർ വേദിയിൽ സംസാരിക്കാനുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒറ്റപ്പാലം മണ്ഡലത്തിലെ ലക്കിടിപേരൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ കുഞ്ചൻ നമ്പ്യാർ ജനിച്ച പഞ്ചായത്തിലാണ് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട രാജൻ പൊറ്റമ്പിൽ അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ജീവിത ജാഥ. ഞാനതിലെ ഒരു കവിത മാത്രം, കവിതാ സമാഹാരമാണ്, ഒരു കവിത മാത്രം വേഗതയിലൊന്ന് വായിക്കാമെന്നാണ് കരുതുന്നത്. എനിക്കേറെ ഇഷ്ടപ്പെട്ടൊരു കവിതയാണ്. ഞാനത് ഇന്നലെയാണൊന്ന് ഓടിച്ച് വായിച്ചത്. വഴി: വേലയും കൂലിയുമില്ല, അടുപ്പിൽ തീ പുകയുന്നില്ല, മരണമല്ലാതെ മറ്റൊരു വഴിയുമില്ല. അയാൾ മരണവഴി അന്വേഷിച്ചിറങ്ങി. കവലയിൽ നിന്നും നീട്ടിപ്പിടിച്ച ടിക്കറ്റുമായി ദാമോദരേട്ടൻ ഒറ്റക്കാലിൽ നിരങ്ങുന്നു. കുപ്പിയും പാട്ടയും പെറുക്കി നാരായണി വല്യമ്മ കൂനിക്കൂടി ഇഴയുന്നു. അയാൾ മരണവഴി ഉപേക്ഷിച്ച് ജീവിത വഴിയിലേക്ക് തിരിച്ചു കയറി. പൊതുവിൽ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണങ്ങൾ കാണുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് ജീവിത വഴിയിലേക്ക് മനുഷ്യനെ തിരിച്ചു നടത്താനുള്ള പ്രേരണ ഈ ജീവിത ജാഥ എന്ന പുസ്തകത്തിലുണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ജീവിതജാഥ എന്ന പേരിൽ ഒരു കുഞ്ഞു കവിതയും ഈ ബുക്കിലുണ്ട്. ഞാൻ സമയം ദീർഘിച്ചു പോകരുത് എന്നതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ഇത്തരം ഒരു പരിപാടിയിൽ ജനപ്രതിനിധികളോടും എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ MT ശശിയോടും ഒക്കെ ഒപ്പം ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും നിങ്ങളേവരുമായി പങ്കുവെച്ചുകൊണ്ട് വായനയെ, എഴുത്തിനെ നമുക്ക് കൂടുതൽ ചേർത്ത് പിടിക്കാം. ഏറ്റവും നല്ല നിലയിൽ നമ്മുടെ നാടിനെ, സമൂഹത്തെ നമുക്ക് കൂടുതൽ മനുഷ്യന് ആർദ്രതയുള്ള, അലിവുള്ള, ഏറ്റവും നല്ല മനുഷ്യരായി നമ്മെ മാറ്റാൻ വായനയ്ക്ക് കഴിയും. അതിന് കഴിയട്ടെ. അതിന് ഇത്തരത്തിലുള്ള പുതിയ എഴുത്തുകാരും പുതിയ പുസ്തകങ്ങളുമൊക്കെ കൂട്ടും കരുത്തുമായി മാറട്ടെ എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം വളരെ സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ഞാൻ അല്ലാത്ത ഞാൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. അത് നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA TV ഇബ്രാഹിമിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി CK ബിജുവിനെയും മറ്റൊരു എഴുത്തുകാരനായ CK ബിജുവിനെയും ഞാൻ ഹൃദ്യമായി ക്ഷണിക്കുകയാണ്. മന്ത്രി, അതുപോലെ തന്നെ ഒറ്റപ്പാലം MLA എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ പ്രേംകുമാർ, അതുപോലെ തന്നെ ശ്രീമതി സുലേഖ അടക്കമുള്ള എഴുത്തിലും മറ്റു സർഗാത്മകമായ പ്രവർത്തനത്തിലുമുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ, എൻ്റെ മണ്ഡലക്കാരൻ, കൊണ്ടോട്ടിയിലെ മുതുവല്ലൂർ ഗ്രാമത്തിലെ ഒരു കൊച്ചു പയ്യനെന്ന് വേണമെങ്കിൽ വിളിക്കാം, പ്രിയപ്പെട്ട റാഫി രചിച്ച ഞാനല്ലാത്ത ഞാൻ, പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലാണ് ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു. റാഫിക്ക് ഇനിയും വളരെ കൂടുതൽ എഴുതാനും എഴുതി തെളിയുവാനും ശ്രീ പന്തളം സുധാകരൻ തന്നെ ഇവിടെ വേദിയിലുണ്ട്. അദ്ദേഹം തന്നെ 25 പുസ്തകങ്ങളധികം ഈ തിരക്ക് പിടിച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹം എഴുതി തീർത്തിട്ടുണ്ട്. മാത്രമല്ല ധാരാളം സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെയൊക്കെ അതിനേക്കാളേറെ എഴുതി തെളിയാൻ ശ്രീ റാഫിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ശ്രീ സുലേഖ അടക്കമുള്ള എല്ലാ ആളുകളുമുണ്ട്. ഈ സമയം ഞാൻ കൂടുതലെടുക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ അബ്ദുറഹിമാൻ, അദ്ദേഹത്തിൻ്റെ ജീനിയസ് ബുക്സാണ് ഇപ്പോൾ പുറത്തിറക്കുന്ന 7 പുസ്തകങ്ങളുടെ റിലീസ് ഇവിടെ നിർവഹിക്കുന്നത്. ഞാൻ ശ്രീ അബ്ദുറഹിമാനോട്, ജീനിയസ് ബുക്സിൻ്റെ അവരോട് നന്ദി പറയുന്നു. കാരണം ഇതുപോലെയുള്ള എഴുത്തുകൾ പ്രോത്സാഹിപ്പിക്കുവാനും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രസാധക കമ്പനി നടത്തുന്ന ശ്രമത്തെ ശ്ലാഘിക്കുന്നു. പ്രിയപ്പെട്ട റാഫി, അദ്ദേഹം 5ാമത്തെ പുസ്തകമാണ് എഴുതുന്നത്. നേരത്തെ സാമൂഹ്യ സംബന്ധിയായ വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്, ചരിത്രപരമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊരു കവിതാ സമാഹാരമാണ്. ഞാനല്ലാത്ത ഞാൻ ഒരു കവിതാ സമാഹാരമാണ്.
അതിലൂടെ സാമൂഹ്യ വിമർശനങ്ങളും അതുപോലെ തന്നെ സ്വയം വിമർശനവും ഒക്കെ നടത്തിക്കൊണ്ട് തന്നെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ സമൂഹത്തിന് മുമ്പാകെ എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ വർത്തമാനകാല ഭാരതത്തിൽ എഴുത്തും വായനയും അതുപോലെ തന്നെയുള്ള മറ്റു ക്രിയാത്മക സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളുമാണ് ഏറ്റവും നല്ല സാംസ്കാരിക പ്രതിരോധം. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മൂല്യങ്ങളും മഹത്തായ ഭരണഘടനയുടെ മൂല്യങ്ങളും നമ്മുടെ സാമൂഹികമായ ഒരു സന്തുലിതാവസ്ഥയൊക്കെ നിലനിർത്തുന്ന കാര്യത്തിൽ ഇതുപോലെയുള്ള എഴുത്തുകൾക്കും മറ്റു സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്കുമൊക്കെ വലിയ പങ്ക് നിർവഹിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ തമസ്കരിക്കപ്പെടുന്നൊരു കാലമുണ്ടാകുമോ എന്ന് ഭയപ്പെടുന്ന വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഒരുപാട് സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാം കൂടെ ഒന്ന് തമസ്കരിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ഈ പുസ്തക ഇതിൻ്റെ ഗ്രന്ഥകർത്താവിനും അതുപോലെ തന്നെ പ്രസാധക കമ്പനിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇനി ഫോക്ലോറിനെ കുറിച്ചുള്ള പഠനങ്ങൾ കേളി നളിനം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ മുതുകുളമാണ് അത് പ്രസിദ്ധീകരിച്ചത്. അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ പന്തളം സുധാകരനെയും അതേപോലെ സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ വചനം അബ്ദുള്ള കോയ സാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള ബഹുമാന്യരായ MLA മാർ, പ്രിയപ്പെട്ട ശ്രീ കെ പ്രേംകുമാർ, ബഹുമാന്യനായ ശ്രീ TV ഇബ്രാഹിം, ഞങ്ങളുടെയൊക്കെ പ്രിയ സഹോദരി പ്രിയപ്പെട്ട ഡോക്ടർ സുലേഖ ടീച്ചർ അവറുകളെ, ഇങ്ങനെയൊരു ചടങ്ങിന് നിമിത്തമായ ജീനിയസ് പബ്ലിക്കേഷൻ്റെ ഊർജ്ജസ്വലനായ സാരഥി പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ, പ്രത്യേകിച്ച് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ET മുഹമ്മദ് ബഷീർ അവരുടെ ഞങ്ങൾ ഒരുമിച്ച് മന്ത്രിമാരായിരുന്നവരാണ്. ഒരു പ്രഭാഷകനാണ്, നല്ല ഒരു ആസ്വാദകനാണ്. അങ്ങനെയുള്ള ETയുടെ ബന്ധു കൂടിയാണ് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ ചടങ്ങിനെ ധന്യമാക്കുന്ന ഗ്രന്ഥകർത്താക്കൾ, എനിക്കിങ്ങനൊരു അവസരം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ജില്ലക്കാരനും എൻ്റെ പ്രിയ വളരെ പണ്ട് മുതൽ വായിച്ച് ഇഷ്ടം തോന്നിയിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ മുതുകുളം, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഗ്രന്ഥകർത്താക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ആസ്വാദകരെയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെയും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ അനുമോദിക്കുകയാണ്. രണ്ട് വാക്കാണ്. രണ്ട് വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ക്ഷാമമില്ലാത്തത് പ്രസംഗത്തിനാണ്. പക്ഷേ രണ്ട് വാക്കിൽ പറഞ്ഞാൽ കേളി നളിനം അതിമനോഹരമായ ഒരു പുസ്തകമാണെന്ന് കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർക്ക്, മലയാള ഭാഷയ്ക്ക് ഒരു മുതൽക്കൂട്ടായ പഠനമാണിത്. ഉണ്ണികൃഷ്ണൻ പിറന്നു വീണ മുതുകുളം നമ്മുടെ മലയാള ചലച്ചിത്ര രംഗത്തെ ആദ്യത്തെ തിരക്കഥാകൃത്ത്, നടൻ തുടങ്ങിയ നിലകളെ പ്രശോഭിച്ച മുതുകുളത്തിൻ്റെ നാടാണ്. എത്രയോ പ്രശസ്തരായ കവികളും സാഹിത്യകാരന്മാരും സിനിമ സംവിധായകരുമൊക്കെ ജന്മം കൊണ്ട നാടാണ്. അതേപോലെ തന്നെയാണ് ഈ ഫോക്ക്ലോർ സംബന്ധിച്ചുള്ള പഠനമാണ്. ഈ ഫോക്ക്ലോറിൻ്റെ ഒരു എത്ര എഴുതിയാലും പഠിച്ചാലും വിവരിച്ചാലും തീരാത്ത അത്ര സമ്പന്നമായൊരു നാടാണ് മുതുകുളവും അതിനോടനുബന്ധിച്ച നാടും എന്നതിൽ ഒരു തർക്കവുമില്ല. എൻ്റെ കൂടി ജില്ലയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷവും അഭിമാനവുമുണ്ട്. കേളി നളിനം ആ പേര് അന്വർത്ഥമാക്കുന്ന തരത്തിൽ മലയാള ഭാഷയ്ക്ക്, സംസ്കാരത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഗ്രാമീണ ജീവിതത്തിൻ്റെ തനിമയും ചരിത്രവും സ്നേഹവും വൈരവും എല്ലാം
ഒരുമിച്ച് ഉറഞ്ഞുകൂടുന്ന ഒന്നാണ് ഈ നാട്ടുംപുറവും നാട്ടുംപുറത്തെ നമ്മുടെ സാംസ്കാരിക ഫോക്കുലർ പാരമ്പര്യവും. സംഗീത സാന്ദ്രമാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഭാഷയും സംഗീത സാന്ദ്രമാക്കി പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ മുതുകുളത്തിൻ്റെ ഈ പുസ്തകം മാറ്റട്ടെ എന്ന് ഹൃദയം തൊട്ട് അഭിനന്ദിച്ചുകൊണ്ട്, ഇനിയും ആ പേര് പറയുന്ന പോലെ ജീനിയസ് പബ്ലിക്കേഷനാണ്. അപ്പോൾ തീർച്ചയായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ ആ പേരിനെയും അനർത്ഥമാക്കുന്ന ഒരു വലിയ പുസ്തക പ്രസിദ്ധീകരണം ഒരുപാട് പുതുമുഖങ്ങളെയും പ്രഗത്ഭരെയും നമ്മുടെ വായനാ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു സംരംഭമായി ജീനിയസ് ബുക്ക് മാറട്ടെ എന്നും ആശംസിക്കുന്നു. നമ്മുടെ അച്ചടി രംഗത്ത് പ്രത്യേകിച്ച് പത്രങ്ങളുടെ ആയുസ് ഇനി എത്ര നാളുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പുസ്തകങ്ങളുടെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ ബഹുമാന്യായ സുലേഖ ടീച്ചറോട് പറഞ്ഞത്, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് ശോഭനമായ ഒരു ഭാവി വായനാ രംഗത്തുണ്ട് എന്നതിൻ്റെ തെളിവാണ്. എല്ലാ നന്മകളും ഉണ്ണികൃഷ്ണൻ മുതുകുളത്തിന് ഈ കേളി നളിനത്തിൻ്റെ പേര് പ്രത്യേകിച്ച് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇനി അപ്പുവും അമ്മമ്മയും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. അതിനു മുമ്പ് അത് രചിച്ചത് കനകം നെടുവന്നൂർ എന്ന മാഡമാണ്. അവരും എനിക്കുള്ള ഒരു ആത്മബന്ധത്തെക്കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-ാം തീയതി അല്ലെങ്കിൽ കഴിഞ്ഞ ഡിസംബർ മാസം 10-ാം തീയതിയിലായിരുന്നു ലാസ്റ്റ് ഈ 28 പുസ്തകങ്ങളുടെ സ്ലോട്ട് നിയമസഭയിൽ അപ്ലോഡ് ചെയ്യേണ്ടത് 5 മണിക്കായിരുന്നു. 11-ാം തീയതി എനിക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ MA സൈക്കോളജി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ 5 മണിക്ക് ഇത് അപ്ലോഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫോൺ ഓഫാക്കി. അല്ലാതെ നിവൃത്തിയില്ല, ഇത്രയും ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 2-3 ദിവസം ഫോൺ ഓഫായിരുന്നു. ഒരു രാത്രി 11 മണിക്ക് ഞാൻ ഫോണാക്കിയപ്പോൾ എന്നെ ഈ മാഡം വിളിച്ചു. അപ്പോൾ ഞാൻ കുറേ വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു എക്സാം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പരീക്ഷ ഓഫാക്കിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് എക്സാം ഉണ്ടോ എന്നാൽ എനിക്കൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് എനിക്കും ഉണ്ട് അതേ എക്സാം എന്ന് പറഞ്ഞു. എനിക്കും ഉണ്ട് അതേ എക്സാം പറഞ്ഞു നോക്കിയപ്പോൾ MA സൈക്കോളജിയാണ്, ഇഗ്നോയിലാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ചെറുപ്പക്കാരായിരിക്കും എന്നോട് ഇനി വലിയ ഇഷ്ടമൊന്നും തോന്നണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് 48-49 വയസ്സായി എന്ന് പറഞ്ഞു. രാത്രി വിളിച്ച് ഇങ്ങനെ സ്നേഹം ഉണ്ടാവേണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് 49 അല്ലേ, എനിക്ക് 70 കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനത്തെ ആളാണ് ഇവിടെ അടുത്ത നമ്മളെ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്. ഇപ്പോഴും പഠിക്കുകയാണെന്നുള്ളതിലാണ് അതിൻ്റെ സന്തോഷം. ഞാൻ അവരെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഈ സാംസ്കാരിക കേരളത്തിൻ്റെ അഭിമാനമായ ഡോക്ടർ സുലേഖ ടീച്ചറെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും പേര് പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ അത്യധികമായ സന്തോഷത്തോടും ഒരു പ്രത്യേകതരം മനോവികാരത്തോടും കൂടിയാണ് ഈ വേദിയിലിരിക്കുന്നത്. അതായത് 47 വർഷം മുൻപ് ആരംഭിച്ച ഒരു സൗഹൃദത്തിൻ്റെ ബാക്കി പത്രമാണ് ഇത്. 47 വർഷം മുൻപ് ഞാൻ പരിചയപ്പെട്ടയാളാണ് നമ്മുടെ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന കനകം. എൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ ജീവിതത്തിലെ എല്ലാത്തരം പ്രശ്നങ്ങളോടും, അതായത് യൗവനകാലത്തെ ആ ദുരിതങ്ങളോടെല്ലാം പടവെട്ടി വളരെ അതെല്ലാം ജയിച്ചു വന്ന് വളരെ അന്തസ്സാർന്ന രീതിയിൽ PSC ടെസ്റ്റ് എഴുതി ഒരു നല്ല ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുടെ നിലയിലേക്ക് ഉയർന്ന് അവിടെ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം
ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നത്. അവിടെ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം വളരെ അഭിമാനകരമായ രീതിയിൽ പ്രവർത്തിച്ച ഒരു സ്കൂള് തന്നെത്താൻ തുടങ്ങി. ആ സ്കൂളും ഇങ്ങനെ വളരെ വികസിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് കൈമാറ്റം ചെയ്തിട്ട് ഇപ്പം കനകം പറഞ്ഞില്ലേ 70 വയസ്സെന്ന് പറഞ്ഞില്ലേ, ഇപ്പം കനകം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കേട്ടാൽ നമുക്കൊക്കെ അത്ഭുതം വരും. അതായത് ഒരു പൊതുമേഖലാ ബാങ്കിൻ്റെ ഒരു HR ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇടതടവില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ് ഈ 70 വയസ്സുകാരി. കുടുംബം മാത്രമാണ് സ്ത്രീയുടെ ലോകം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് കനകം ഒരു വലിയ മാതൃകയാണ്. അത് എൻ്റെ കൂട്ടുകാരിയാണ് കനകം എന്നുള്ളത് കൊണ്ട് അവളെപ്പോലെ ആവാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടും ആ സന്തോഷം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് അപ്പവും അമ്മമ്മയും. ആ തലക്കെട്ടിൽ തന്നെ ഒരു കുഞ്ഞും അമ്മമ്മയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു സുതാര്യവും മനോഹരവുമായ ഒരു വശം ആ ഗ്രന്ഥനാമത്തിൽ തന്നെയുണ്ട്. നമ്മൾ ജനിക്കുന്നത് പെറ്റു വീഴുന്ന കുട്ടിയിൽ നിന്ന് നിരന്തരമായ ഒരു വളർച്ചയാണ് നമ്മുടെ ജീവിതം. ആ കൊച്ചുകുട്ടിയുമായിട്ട് യാത്ര തുടങ്ങുന്ന നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് യൗവനമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ കുട്ടിയെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ എവിടെയോ വെച്ച് അടച്ചുപൂട്ടുന്നതിൻ്റെ ഉദ്ദേശം ആ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത നമ്മുടെ വളർന്നു വരുന്ന ജീവിതത്തിലെ കാപട്യങ്ങളെ മറയ്ക്കുന്നതിനൊരു തടസ്സമാകുന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ കൊച്ചുകുട്ടിയെ നമ്മൾ മനഃപൂർവ്വം അങ്ങ് പൂട്ടിയിടുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമ കാലത്തും ഒരു കുടുംബജീവിത കാലത്തും ആ കുട്ടി ഉള്ളിൽ തന്നെ ഞെരുങ്ങി അമർന്ന് കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ നമ്മൾ കുറച്ച് അയഞ്ഞയഞ്ഞ് വരുന്ന ഒരു ഘട്ടത്തിൽ, ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ നിന്ന് അയഞ്ഞയഞ്ഞൊക്കെ വരുന്ന ഒരു ഘട്ടമാകുമ്പോൾ നമ്മുടെ ഈ ഉള്ളിലെ കുഞ്ഞ് വീണ്ടും പുറത്തു വരും. അവയെ പുറത്തു കൊണ്ടുവരുന്നത് എപ്പോഴും നമ്മളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളും നമ്മുടെ ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങളും നമ്മളുടെ ജീവിത ദർശനത്തിൽ വന്ന മാറ്റവുമൊക്കെയാണ് നമ്മളുടെ ഉള്ളിലെ ആ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരുന്നത്. ആ കുഞ്ഞിനോട് നന്നായിട്ട് സംവദിക്കുന്ന, ആ കുഞ്ഞിൻ്റെ മനസ്സിനെ നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കവിതകൾ രചിക്കാൻ പറ്റത്തുള്ളൂ. കനകത്തിൻ്റെ ഈ കവിതകളെല്ലാം ആ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് രസിക്കുന്ന രീതിയിൽ എഴുതാനുള്ള ഒരു കഴിവ് കനകം ആർജിച്ചു എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്ത് കാണുന്നതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. ആ പുതിയ പുതിയ കാര്യങ്ങളുടെ നേർക്ക് കണ്ണ് തുറന്നിരിക്കുന്ന അവർക്ക് വേണ്ടിയുള്ള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് അവരുടെ ഉത്സാഹത്തെ ശമിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രചനാരീതിയാണ്. കുട്ടിയുടെ ആ ഉത്സാഹത്തെ ശമിപ്പിക്കാത്ത രീതിയിൽ വളരെ വേഗം കുഞ്ഞുങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ ആ കവിതകളുടെ രചനകളെല്ലാം നടത്താൻ കനകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞു മനസ്സിലേക്ക് നമ്മുടെ മൂല്യബോധത്തിൻ്റെ, അതായത് ഭാവി ജീവിതത്തിൽ അവർക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് നമ്മൾ വിചാരിക്കുന്ന മൂല്യബോധത്തിലേക്ക് കുഞ്ഞുങ്ങളെ തിരിച്ചുവിടാനുള്ള ഒരു ചെറിയ ടെക്നിക്കും അത്തരം കവിതകൾക്കുള്ളിൽ അടക്കി വയ്ക്കേണ്ട ആവശ്യമുണ്ട്. ആവിഷ്കരണ രീതി കൊണ്ടായാലും അത് സംക്രമിപ്പിക്കുന്ന മൂല്യബോധം കൊണ്ടായാലും കനകത്തിൻ്റെ ഈ കവിതകൾ അതിമനോഹരമായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഇത്രയും ഈ ഒരു കവിത പുസ്തകം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് എന്നെ ക്ഷണിച്ചതിന് അവളോട് എനിക്ക് ഏറ്റവും വലിയ നന്ദിയുണ്ട്. അതോടൊപ്പം ഈ പുസ്തകം നല്ലൊരു രീതിയിൽ ഈ പുസ്തകം ബഹുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ബുക്ക് പ്രസാധകരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും നേർവഴിയിലേക്ക് പോകാൻ പര്യാപ്തമായ ഒരു രീതിയിൽ വീണ്ടും കവിത എഴുതാനുള്ള പ്രേരണ കനകത്തിനുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി സ്ട്രോ സ്റ്റോറീസ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി മനോജ് കെ പുതിയവിളയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ രചയിതാവ് പുസ്തകത്തിൻ്റെ രാജൻ പൊറ്റമ്മലിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പേടിക്കണ്ട, അധികമൊന്നും സംസാരിക്കുന്നില്ല.
ഈ പുസ്തകത്തെക്കുറിച്ച് മാത്രം 2 വാക്ക് പറയാം. സ്ട്രോ സ്റ്റോറീസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. സ്ട്രോ നമ്മൾ വെള്ളം കുടിക്കുന്ന സ്ട്രോ തന്നെയാണ് ഇവിടുത്തെ സ്ട്രോ. സ്റ്റോറീസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആക്ടിവിറ്റീസാണ് അതിനകത്ത് കൂടുതലുള്ളത്. നമ്മുടെ ഈ പുസ്തകം ഇറങ്ങുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് വലിയ തോതിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. 30% മാർക്ക് കിട്ടാതെ പോകുന്ന കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഒരുപക്ഷെ ജയിക്കാതെ വന്നേക്കും എന്നൊക്കെയുള്ള ഒരു ആശങ്കയും അതിൻ്റെ മേലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് 30% ഏതെങ്കിലും കുട്ടിക്ക് ഒരേ ക്ലാസ്സിൽ ഒരേപോലെ പഠിപ്പിക്കുമ്പോൾ ഏതെങ്കിലും കുട്ടിക്ക് 30% മാർക്ക് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്ന സംവിധാനത്തിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ അധ്യാപകർ കൂടി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായ ശ്രീ ബിജു ഇങ്ങനെ ഒരു പുസ്തകവുമായി മുന്നോട്ട് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണോ പുതിയ പാഠ്യപദ്ധതി പ്രകാരം പുതിയ ബോധന രീതി പ്രകാരം വിഭാവനം ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള ബോധന സമ്പ്രദായങ്ങളെ മുഴുവൻ ആവിഷ്കരിക്കുന്ന ഒരു പുസ്തകമാണത്. സ്ട്രോ എന്ന് പറയുന്ന ഒരു സാധാരണ വില കുറഞ്ഞ നമ്മൾ വെള്ളം കുടിച്ചിട്ട് വലിച്ചെറിയുന്ന ഒരു സാമഗ്രിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഒക്കെ ഒരുപാട് ശാസ്ത്ര കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യുകയും പല കൗതുക വസ്തുക്കൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലേണിംഗ്, പ്രവൃത്തിയോന്മുഖ ബോധനം എന്ന് പറയുന്ന പഠന സമ്പ്രദായത്തെ നമ്മുടെ ചുറ്റുപാടുമുള്ള വില കുറഞ്ഞ അല്ലെങ്കിൽ വിലയില്ലാത്ത എന്ന് നമ്മൾ കരുതുന്ന പാഴ്വസ്തുക്കൾ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് അന്തരീക്ഷത്തിൽ എങ്ങനെ പഠനം നടത്താം എന്നുള്ളതിൻ്റെ മാതൃക മുന്നോട്ട് വയ്ക്കുന്ന ഒരു മാതൃകാ പുസ്തകമാണ്. അധ്യാപകർക്കും മറ്റും ഉപയോഗപ്പെടുത്താവുന്ന, അധ്യാപകർക്ക് മാത്രമല്ല ഈ കുട്ടികളുടെ സംഘടനകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും, ബാലവേദി, ബാലസംഘം തുടങ്ങിയുള്ള സംഘടനകളൊക്കെ ഉണ്ട്, അതിൻ്റെ ആൾക്കാർക്കും ഒക്കെ ഉപയോഗപ്പെടാവുന്ന ഒരു നല്ല പുസ്തകമാണ്. അത് നിറയെ ആക്ടിവിറ്റീസാണ്. ഓരോ ചാപ്റ്ററിലും കുറേയേറെ ആക്ടിവിറ്റീസ്, അതിൻ്റെ ഡ്രോയിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ വരച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്നായിട്ട് ബുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുമുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പുസ്തകം നമ്മുടെ അധ്യാപന രംഗത്ത് അധ്യാപകർക്കും ഒക്കെ ഒരു വഴികാട്ടിയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ അവസാനത്തെ പരിപാടിയാണ്. ചേർത്ത് 5:45 സ്ലോട്ടായിരുന്നു, ശരിക്കും 5:30 സ്ലോട്ടായിരുന്നു. നമ്മൾ ഒന്നിച്ച് പരിപാടി വയ്ക്കുമ്പോഴുണ്ടായ ഒരു സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. ചേർത്ത് പിടിക്കുമ്പോൾ എന്ന ശ്രീ മണികണ്ഠൻ്റെ, PT മണികണ്ഠൻ എന്ന ആളുടെ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം മൂലം അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ് ഇവിടെ തോന്നാത്ത വിധത്തിൽ നമുക്ക് പരിപാടി കൈകാര്യം ചെയ്യണമെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഓർഗനൈസ് ചെയ്ത അതിഥികളാണ് ഇവിടെ എത്തിയത്. ഇത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ ഡോക്ടർ MT ശശിയെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഉണ്ണി അച്ഛനമ്പലത്തിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രിയ സുഹൃത്ത് പ്രേംകുമാർ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, ഉണ്ണി അമ്മയമ്പലം ഉൾപ്പെടെയുള്ള എഴുത്തുകാർ, മറ്റ് പ്രിയപ്പെട്ടവരെ, ശ്രീ PT മണികണ്ഠൻ പന്തലൂർ ഇവിടെ എത്തിയിട്ടില്ല. അത് റിട്ടയേർഡ് ഹെഡ്മാഷാണ്. ശാരീരിക അവശതകൾ മൂലമാണ് ഈ എഴുത്തുകാരൻ വരാതിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ചേർത്ത് പിടിക്കുമ്പോൾ എന്നാണ്. പരസ്പരം അകറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആസുരമായ ഒരു വർത്തമാന കാലത്ത് ചേർത്ത് പിടിക്കുമ്പോൾ എന്ന പേര് പോലും ഒരു സമരമാണ്. സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചുമൊക്കെയുള്ള കവിതകളാണ് മണികണ്ഠ മാഷുടെ ഈ പുസ്തകത്തിനകത്ത് ഉൾച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഒരു അധിക പ്രസംഗം നടത്തേണ്ടുന്ന വേദിയല്ല എന്നുള്ളത് കൊണ്ട് ആ പുസ്തകം എല്ലാവരും വായിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ തലമുറ അവരുടെ ത്യാഗങ്ങളിലൂടെ ആർജിച്ചെടുത്ത നേട്ടങ്ങളെ കാറ്റിൽ പറത്താനുള്ള ശ്രമങ്ങളുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള കവിതകൾ അതിലുള്ള പ്രതിരോധങ്ങളാണ്. കുട്ടികളിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിനയത്തിൻ്റെയും വിത്ത് വിതയ്ക്കുന്ന ഈ കവിത എഴുതിയ പ്രിയ സുഹൃത്തിനും ഇത് പ്രസിദ്ധീകരിച്ച ജീനിയസ് ബുക്സിനും എല്ലാവർക്കും ആശംസകളുടെ പൂക്കൊട്ടകൾ ചൊരിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഉണ്ണി അമ്പയമ്പലം PT മണികണ്ഠൻ മാഷിൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ
നമ്മുടെ കുട്ടികൾ പലപ്പോഴും കാലഹരണപ്പെട്ട ബാലസാഹിത്യം വായിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ വളർന്നുകൊണ്ടിരിക്കുകയല്ല, പലപ്പോഴും കുട്ടികൾ തളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നേരത്തെ ഇതിനു മുമ്പ് എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച സുലേഖ ടീച്ചർ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കൊടുക്കേണ്ട മൂല്യബോധം നമ്മൾ ഒരു മോട്ടിവേഷണൽ ക്ലാസ്സിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന ലാഘവത്തോടെയോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് എളുപ്പം മനസ്സിലാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. മറിച്ച് ഒരു കഥയിൽ കൂടി അല്ലെങ്കിൽ ഒരു കവിതയിൽ കൂടി അല്ലെങ്കിൽ ഒരു നാടകത്തിൽ കൂടി അവർക്ക് സന്ദേശം കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ജീവിത അവസാനം വരെയും കുട്ടികളെ വളർത്താനും ഉയർത്താനും അത് സഹായിക്കും. അത്തരത്തിൽ വളരെ മനോഹരമായ മൂല്യബോധം ഉള്ള അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെ വളരുമ്പോൾ ആ കുട്ടിക്ക് എന്ത് ഭക്ഷണമാണ് അവൻ്റെ മനസ്സിന് ആവശ്യം. ഭക്ഷണം ശരീരത്തിന് വേണം, അതുപോലെ തന്നെ മനസ്സിനും വേണം, തലച്ചോറിന് വേണം. ഈ തലച്ചോറിന് എന്ത് ഭക്ഷണമാണ് വേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് മണികണ്ഠൻ മാഷ് എഴുതിയ അതിമനോഹരമായ കവിതകളുടെ പുസ്തകമാണ് ചേർത്ത് പിടിക്കുമ്പോൾ. ഞാനൊരു കവിത പാടി ഞാൻ അവസാനിപ്പിക്കാം. പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുന്നിനു മോളിൽ കോളാണ്, പൂന്തേനുണ്ടു മതിക്കും പറക്കും പൂമ്പാറ്റകളുടെ ചേലാണ്. പച്ചക്കുന്നു കഴിഞ്ഞാൽ പിന്നെ തെളിനീരൊഴുകും പുഴയാണ്, ഇടവപ്പെയ്ത്തിൻ തുടിതാളത്തിൽ പരൽമീനുകളുടെ പുളയാണ്. പുഴയൊഴുകും വഴി ഇരുപുറമെങ്ങും കിളികൾ പാടും കാടാണ്, തളിരുകൾ പൊടിയും കാലം വന്നാൽ സരിഗമ പധനിസ പാട്ടാണ്. ഈ സാഹചര്യം കുട്ടികൾക്ക് നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. നന്ദി. ചന്ദ്രികകുമാരി 2 വാക്ക് സംസാരിക്കും. ഏറ്റവും പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, ഇത്ര മനോഹരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരവസരം കിട്ടിയതിൽ വളരെയധികം നന്ദിയും സ്നേഹവും പങ്കുവയ്ക്കുകയാണ്. വേദിയിൽ പ്രമുഖരായ ആരാധ്യരായ പല വ്യക്തികളുമുള്ള ഈ വേദിയിൽ വെച്ച് ഇവിടെ സുലേഖ ടീച്ചർ പറഞ്ഞതുപോലെ 30 വർഷത്തിന് മുമ്പേ ഉള്ള സൗഹൃദമാണ് കനകം നെടുവത്തൂർ എന്ന കനകമ്മ ടീച്ചറും ഞാനുമായിട്ട്. ഹൈസ്കൂൾ തലത്തിൽ ടീച്ചറായിട്ട് ഞാൻ കൊട്ടാരക്കരയിൽ സദാനന്ദപുരം സ്കൂളിൽ എത്തിപ്പെട്ട ആ നിമിഷം മുതൽ എഴുത്തിനോടും വായനയോടും, ടീച്ചേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വായനയില്ല, എഴുത്തുമില്ല, അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തെ ഞാൻ അവിടെ കണ്ടുമുട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം ആഴത്തിലുള്ള കൂട്ടുകാരായി. പല സ്കൂളുകളിലേക്ക് ഞങ്ങൾ പിരിഞ്ഞ് പലയിടത്തേക്ക് മാറി പോയി ട്രാൻസ്ഫറേറ്റിൽ പോയെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ സംസാരിക്കാൻ കഴിയാത്ത അവസരങ്ങളിൽ എങ്കിൽ പോലും ഞങ്ങൾ എത്ര കാലം മിണ്ടി എന്നുള്ളതിലല്ല, ആ ബന്ധത്തിൻ്റെ ആഴം എത്രമാത്രമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് കനകമ്മ ടീച്ചറിൻ്റെ പുസ്തകം. 2ാമത്തെ പുസ്തകമാണ്. ആദ്യം ഒരു പുസ്തകം ഉണ്ടായിരുന്നു, കല്ലിൽ വിരിഞ്ഞ കവിത എന്ന് പറയുന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിനുശേഷമുള്ള 2ാമത്തെ കവിതയാണ് അപ്പവും അമ്മയും. നമുക്കറിയാം സാഹിത്യ സൃഷ്ടി നടത്തുന്നതിന് വലിയ സർഗസൃഷ്ടി എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഈ കോവിഡ് കാലത്തൊട്ട് എല്ലാവർക്കും കൃതികളുണ്ട്. ഒരുപാട് ആൾക്കാർ എഴുത്തുകാരായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് വനിതകൾ. എഴുത്താൾ എന്നാണല്ലോ ഇപ്പോൾ കോമൺ ആയിട്ട് പറഞ്ഞു വരുന്ന ഒരു പേര്. കവിയത്രിയും ഒക്കെ മാറിക്കഴിഞ്ഞു, എഴുത്താളാണ്. എഴുത്താളുകളായിട്ടുള്ള ധാരാളം ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്കുള്ള സാഹിത്യം രചിക്കാൻ എത്രമാത്രം പ്രയാസകരമാണ്, ദുഷ്കരമാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും വായിക്കുകയും നേരത്തെ തന്നെ ബാലരമ, ബാലയുഗം പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ എഴുതാൻ ശ്രമിച്ചവർ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെ ആ ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തനിക്ക് സുലേഖ ടീച്ചർ ഇവിടെ പറഞ്ഞു ഒരു സ്കൂളുണ്ടായിരുന്നു. ടീച്ചർ ഒരു സ്കൂളും കൂടി നടത്തി, റിട്ടയർമെൻറ്റിന് ശേഷം ഒരു സ്കൂളും കൂടി നടത്തിയത് കൊണ്ടാവാം ടീച്ചർക്ക് കൊച്ചു കുട്ടികൾ LKG മുതലുള്ള കൊച്ചു കുട്ടികളുടെ മനസ്സുള്ള ആളാകാനും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് തീർച്ചയായിട്ടും ഈ അപ്പവും അമ്മയും എന്ന കവിത, ഈ കുട്ടിക്കവിത. തീർച്ചയായിട്ടും ടീച്ചർക്ക് ഭാവിയിൽ ഇനിയും ധാരാളം എഴുതാൻ കഴിയണം. ടീച്ചർ എനിക്ക് ഈ അവസരവും അതുപോലെ ഇതിൽ പങ്കെടുക്കാനും കഴിഞ്ഞതുകൊണ്ടുള്ള നന്ദിയും ഹൃദയം തൊട്ട സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനി നന്ദി പറയുന്നതാണ്. രചയിതാക്കൾ ഓരോരുത്തരായി നന്ദി പറയുന്നു. ആദ്യം ശ്രീ രാജൻ പൊറ്റമ്മലിനെ ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട എഴുത്തുകാരെ, ഈ പരിപാടി
കാണുന്നതിനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും എല്ലാവരെയും നമസ്കാരം. ഞാൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പ്രദേശത്ത് ഉള്ളൊരാളാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത്. അപ്രതീക്ഷിതങ്ങളുടെ പ്രതീക്ഷകളാണ് ജീവിതം എന്ന് പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചത് 100% ശരിയാണ്. 90കൾ മുതൽ എഴുതുന്നൊരു മാഷാണ് ഞാൻ. കുറേ അവിടെയും ഇവിടെയൊക്കെ എഴുതിയിടും. അന്ന് ഫേസ്ബുക്കൊന്നുമില്ല. ചില ആനുകാലികങ്ങളൊക്കെ കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചു. അടുത്ത സുഹൃത്തുക്കളൊക്കെ അഭിനന്ദിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിലൊക്കെ ചില കവിതകളൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ ആളുകൾ നിർബന്ധിച്ചു, മാഷെ നിങ്ങളത് കൂടിയൊരു പുസ്തകമാക്കിക്കോളൂ. അങ്ങനെയാണ് ഇന്നൊരു പുസ്തകമാക്കി കളയാമെന്ന് അന്വേഷിക്കുമ്പോഴാണ് ജീനിയസ് ബുക്സിൻ്റെ ഒരു പരസ്യം ഞാൻ കാണുന്നത്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾ സഹായിക്കാമെന്നും പറഞ്ഞിട്ട് അത് കണ്ടപ്പോൾ ശ്രീ റഹ്മാനുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും അങ്ങനെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും വലിയ സന്തോഷമുള്ള ഒരു സായാഹ്നമാണിത്. ചെറിയ സന്തോഷമൊന്നുമല്ല. എൻ്റെ ആദ്യത്തെ പുസ്തകമാണ്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം. അങ്ങനെ അത് പ്രസിദ്ധീകരിച്ച പുസ്തകം എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒറ്റപ്പാലത്തിൻ്റെ പ്രിയങ്കരനായ MLA കൊണ്ട് പ്രകാശനം ചെയ്യിക്കാൻ സാധിച്ചു എന്നുള്ളതിലുള്ള വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു വേദി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇത്രയും വലിയൊരു വേദിയിൽ അത് പ്രകാശിതമാവാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള സന്തോഷം. അങ്ങനെ മധുരം ഇരട്ടി മധുരം ഉള്ള ഒരു സമയം. എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. എൻ്റെ പുസ്തകം ജീനിയസ് ബുക്സിൻ്റെ സ്റ്റാളുകളിലുണ്ട്. കഴിയുന്നതും ആളുകളൊക്കെ വായിക്കണം, അഭിപ്രായമൊക്കെ പറയണം, എന്നിട്ട് തീരുമാനിക്കണം ഇനി എഴുതണോ എഴുതണ്ടേ എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ്. മാഷ് നിർത്തിക്കോളൂ പരിപാടി എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും നിർത്തും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരികയാണ്. എൻ്റെ ഈ പുസ്തകത്തിനു വേണ്ടി സമയം നീക്കിവെച്ച എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ശ്രീ രാഫി പരതക്കാട്. ഏറെ ബഹുമാനം നിറഞ്ഞ MLA മാർ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, വളരെ സന്തോഷദായകമായ ഹൃദയദായകമായൊരു നിമിഷത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ മലപ്പുറം കൊണ്ടോട്ടി പരതക്കാട് ഭാഗത്തു നിന്നാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മതപ്രഭാഷകൻ എന്ന നിലക്ക് കേരളത്തിൻ്റെ സർവ്വ ജില്ലകളിലും നിരന്തരമായി ഓരോ ജില്ലകളിലായി വ്യത്യസ്തമായി പ്രഭാഷണങ്ങൾക്ക് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ട്രെയിനിലൂടെയും കാറിലൂടെയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാണുന്നതൊക്കെയും കണ്ണിലൂടെ കവിതകളായി മാറുന്ന ഒരു സാഹചര്യം പലപ്പോഴുമായും എന്നെ അനുഭൂതിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ണിൽപ്പെട്ട ചില കവിതകൾ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്നതിനെ ഒരു മനുഷ്യൻ എങ്ങനെയാകണമെന്നതിലൂടെയാണ് ഞാനല്ലാത്ത ഞാൻ എന്ന ഒരു കവിതാ സമാഹാരത്തിലൂടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ ഒരു പേരിലൂടെ തന്നെ ആ കവിതയെ വളരെ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഒരിക്കലും ഒരാൾ പോലും സ്വന്തം വ്യക്തിത്വത്തെ ഒരാളുടെ മുന്നിലും കാണിക്കുന്നില്ല. സ്വന്തം വ്യക്തിത്വത്തെ കാണിക്കാതെ ഓരോരുത്തരുടെയും സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും മറ്റുള്ളവർക്ക് മുന്നിൽ പല രൂപേണ കാണിച്ചുകൊണ്ട് നമ്മളെല്ലാം സ്വന്തം ജീവിതത്തിൽ അഭിനയിക്കുകയാണ്. അതിന് എക്സാമ്പിളായി ഒരു കണ്ണാടിക്ക് മുമ്പിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ ഓരോ പാർശ്വഭാഗങ്ങളെയും ആ പാർശ്വഭാഗങ്ങൾ കണ്ണാടി പോലും നമ്മെ വഞ്ചിച്ചുകൊണ്ടാണ് നമ്മെ കാണിക്കുന്നത് എന്നതുപോലെ ഒരാളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നാം എങ്ങനെ ജീവിക്കണം, നമ്മുടെ വ്യക്തിത്വത്തെ എങ്ങനെ തുറന്നു കാട്ടണമെന്ന് ഞാൻ അല്ലാത്ത ഞാൻ എന്ന കവിതയിലൂടെ കൃത്യമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ വളരെ സന്തോഷമുണ്ട്. ആ ഒരു പുസ്തകം ഇവിടെ ജീനിയസ് ബുക്സിൻ്റെ അടുത്ത് കൊടുത്തു. മറ്റു 5 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, അഥവാ ചരിത്രവും സാമൂഹികവുമായ വിഷയങ്ങളുണ്ട്. മറ്റു മതഗ്രന്ഥങ്ങൾ വേറെ ഒരുപാട് രചിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു കവിതാ സമാഹാരമായിട്ട് 2ാമത്തെ പുസ്തകമാണ് രചിച്ചത്. അത് എഴുതി കഴിഞ്ഞ് പൂർത്തിയായി. അത് പബ്ലിഷേഴ്സിന് കൊടുക്കുമ്പോഴാണ് ജീനിയസ് ബുക്സുമായി ബന്ധപ്പെടുന്നത്. അവർക്കത് കൊടുക്കുകയും സന്തോഷത്തോടെ അവർ ഏറ്റെടുക്കുകയും പിന്നീടുള്ള ബന്ധപ്പെടലുകളിലൊക്കെ ആ പുസ്തക പ്രസിദ്ധീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ
പൂർണ്ണമായ കോപ്പികൾ ഇവിടെ എത്തിയിട്ടില്ല. അതിന് ഇന്ന് അതിൻ്റെ പ്രകാശനത്തിന് വേണ്ടി പെട്ടെന്ന് അത് ചെയ്തതാണ്. എന്നിരുന്നാലും ഇൻഷാ അല്ലാഹ് അതിൻ്റെ പെട്ടെന്നുള്ള സമയത്തായി അതിൻ്റെ ഭാഗങ്ങൾ ഇവിടെ കോപ്പികളായി എത്തും. എല്ലാവരും മേടിക്കണം, വാങ്ങണം, വായിക്കണം. വായനയുടെ ലോകം കഴിഞ്ഞിട്ടില്ല. ഇനിയും പുതുതലമുറകളെല്ലാം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ വായന എപ്പോഴും ഊർജ്ജമാണ്, ആവേശമാണ്. അത് തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രത്യേകമായി പുസ്തകം പ്രകാശനം ചെയ്ത MLA, ഞങ്ങളുടെ നാട്ടിലെ MLA, കൊണ്ടോട്ടി മണ്ഡലം MLA കൂടിയാണ്. അവർക്ക് പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട്, ജീനിയസ് ബുക്സിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ മുതുകുളത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കോഴിക്കോട് ജീനിയസ് പബ്ലിഷേഴ്സിൻ്റെ 7 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ധന്യമായ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മുൻ മന്ത്രിയും ചലച്ചിത്ര ഗാനരചയിതാവും കവിയുമായ ബഹുമാന്യനായ ശ്രീ പന്തളം സുധാകരൻ അവർകൾ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥയും മലയാളത്തിലെ പ്രശസ്തയായ ഭാഷാ ഗവേഷകയും യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രമുഖ അധ്യാപികയുമായിരുന്ന ബഹുമാന്യായ ഡോക്ടർ MT സുലേഖ ടീച്ചർ, എൻ്റെ നാട്ടുകാരനും പ്രിയങ്കരനായ സുഹൃത്തും സഹപാഠിയുമായ പ്രമുഖ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനും ആയ മനോജ് കെ പുതിയവിള, സർവോപരി ജീനിയസ് പബ്ലിഷേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറും സുഹൃത്തുമായ റഹ്മാൻ, അദ്ദേഹം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ET മുഹമ്മദ് ബഷീർ അവர்களுടെ ഏറ്റവും അടുത്ത ബന്ധു കൂടിയാണ്. ഞാൻ 15 പ്രസാധകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എൻ്റെ 14ാമത്തെ പുസ്തകമാണ് ഇത്. ഈ 14ാമത്തെ പുസ്തകത്തിനാണ് ജീനിയസ് പബ്ലിഷേഴ്സ് റഹ്മാനുമായി ഞാൻ ബന്ധപ്പെടുന്നത്. ഏറ്റവും നല്ല സൗമ്യമായ പെരുമാറ്റത്തിലൂടെ ആദ്യം തന്നെ നമ്മളെ ആകർഷിച്ച വ്യക്തിത്വമാണ് അബ്ദുൾ റഹ്മാൻ്റേത് എന്ന് ഞാൻ ആദ്യം തന്നെ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഈ പുസ്തകം ഫോക്ലോർ സംബന്ധമായ 2ാമത്തെ പുസ്തകമാണ്. 10 വർഷം മുമ്പ് കേരളീയ കലകളെക്കുറിച്ചുള്ള ഒരു പുസ്തകം കോട്ടയം അസൻറ്റ് ബുക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വർഷങ്ങളായുള്ള കണ്ണൂർ ജില്ലയിലും കോഴിക്കോടും പാലക്കാടും ഒക്കെ പല അവസരങ്ങളിൽ പോകുമ്പോഴും ചില ഉത്സവ അന്തരീക്ഷങ്ങളിലും ഇതിനായിട്ട് വേലയും ഒക്കെ പൂരവും ഒക്കെ കാണാൻ പോയുള്ള ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ തയ്യാറാക്കിയ കേളി നളിനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചന പരിസമാപ്തിയിലെത്തിയ ഘട്ടത്തിൽ ഇതിൻ്റെ പ്രകാശനം കർമ്മം ആരെക്കൊണ്ട് നിർവഹിക്കും എന്ന് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഒരു 6 മാസം മുമ്പ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിൽ എനിക്കൊരു ചെറിയ അവാർഡ് അപ്പോൾ അന്ന് കിട്ടിയിരുന്നു. അപരിചിതൻ്റെ ചിരി എന്ന എൻ്റെ കാവ്യ സമാഹാരത്തിന് അതിലെ പ്രശസ്തി പത്രം നൽകിയത് ശ്രീമാൻ ബഹുമാന്യനായ പന്തളം സുധാകരൻ സാറാണ്. അദ്ദേഹവുമായി അന്നാണ് ഞാൻ കൂടുതൽ പരിചയപ്പെടുന്നത്. അന്ന് PK ഗോപി സാറും ഒക്കെ ഇരുന്ന, പന്ന്യൻ രവീന്ദ്രൻ അവർകളുമൊക്കെ ഇരുന്ന ഒരു വേദിയായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ അപ്പോൾ തന്നെ ഇതിൻ്റെ പ്രസാധനം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഈ പുസ്തകമേളയിൽ വെച്ച് ഇത് പ്രകാശനകർമ്മം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റഹ്മാനോട് ആദ്യം തന്നെ പറഞ്ഞു, പന്തളം സുധാകരൻ സാറിനെ നമുക്ക് മുഖ്യാതിഥിയായി കൊണ്ടുവരാം. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം സ്വന്തം സ്ഥലത്ത് പന്തളത്തുള്ള ഇന്നത്തെ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട്, കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് സാർ പങ്കെടുക്കുന്ന പരിപാടി ക്യാൻസൽ ചെയ്തിട്ട്, കാർഷിക സെമിനാറൊക്കെ ഉണ്ട്, എന്നിട്ടാണ് ഇന്നത്തെ ഈ യോഗത്തിൽ ഇവിടെ വന്ന് കേളി നളിനം എന്ന എൻ്റെ
ഈ എളിയ എഴുത്തുകാരൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത്. അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാട് ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞാൻ കാണാൻ കൊതിച്ചിട്ടുള്ള ഒരു പ്രമുഖയായ വിദ്യാഭ്യാസ വിചക്ഷണയും കേരളത്തിലെ പ്രമുഖ അധ്യാപികയുമായിരുന്ന MT സുലേഖ സാറിനെ ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞു. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ രാജകൃഷ്ണ സാറിനെയൊക്കെ കാണാൻ പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. KP അപ്പ സാറ് ആയിട്ടുള്ള സംഭാഷണ മധ്യയൊക്കെ പലപ്പോഴും സുലേഖ ടീച്ചർ കടന്നു വരുമായിരുന്നു. KP അപ്പ സാറിൻ്റെയൊക്കെ സഹപ്രവർത്തകയായിട്ടിരുന്നിട്ടുണ്ടോ? ശിഷ്യയായിരുന്നു. മിക്കവാറും KP അപ്പ സാറൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, സുലേഖ MT സുലേഖ ടീച്ചറിനെ കണ്ടിട്ടുണ്ടോ, പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ സുലേഖ ടീച്ചറിനെ എനിക്ക് ഇവിടെ വെച്ച് ഞാൻ പ്രഥമ ദൃഷ്ടിയാൽ നോക്കിയപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് സുലേഖ ടീച്ചർ അല്ലേ എന്ന് ചോദിച്ചു ഇവിടെ വെച്ച്. സുലേഖ ടീച്ചറിന് എന്നെ അറിയില്ല, ഞാൻ പിന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തി ചെയ്തു. അതുപോലെ തന്നെ ചിരകാല സുഹൃത്തും MSN കോളേജിലെ ഞങ്ങളുടെ സീനിയർ ജൂനിയറായിട്ട് ഞങ്ങൾ പഠിച്ചതാണ് മനോജ് K പുതിയവിള. ഞങ്ങളുടെ തൊട്ട് അയൽ ഗ്രാമത്തിലെ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് മനോജ് K പുതിയവിള. അദ്ദേഹം ഊരാള ഗ്രാമത്തെക്കുറിച്ചുള്ള സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം അല്ലേ? അതെ. ആ സംസ്കൃതിയെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ രചയിതാവാണ്. മറ്റു പല പഠന പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. പബ്ലിക് റിലേഷൻസിൽ ജോലി ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡിൽ നമ്മളുടെ സംസ്ഥാന ബജറ്റ് തയ്യാറാക്കുന്നതിലൊക്കെ വളരെ പ്രമുഖമായ പങ്ക്, മുൻ ധനകാര്യമന്ത്രിയുടെ ഓഫീസിലുമൊക്കെ സ്റ്റാഫായിട്ടൊക്കെ പ്രവർത്തിച്ച് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള തയ്യാറെടുപ്പിലും കരടുരേഖ തയ്യാറാക്കുന്നതിലൊക്കെ നിർണായകമായി പങ്കുവഹിച്ച പ്രമുഖ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും ഈ വേദിയിൽ കിട്ടിയത് വളരെ ഒരു ഭാഗ്യമായി കരുതുന്നു. ഈ വേദിയിൽ ധന്യമാക്കുന്ന മറ്റ് എഴുത്തുകാരെ ഓരോരുത്തരെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ യോഗത്തിൽ ഞങ്ങളെ ശ്രവിച്ച മുഴുവൻ സദസ്സിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമസ്കാരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളെ സ്ലോട്ട് വളരെ മനോഹരമായി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കനകേച്ചി സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഗുരുജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ എഴുതിയ ഒരു കവിത ഞാൻ എഴുതിയ ഒരു കവിത ചൊല്ലിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത് അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്നും പിന്മാറാം. കവിതയുടെ പേര് മണ്ണാങ്കട്ടയും കരിയിലെയും. മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്കു പോയി പണ്ടൊരിക്കൽ, ഒത്തിരി ഒത്തിരി പോയപ്പോൾ വീശിപ്പറന്നതാ കാറ്റെത്തി. കാറ്റത്തു കരിയില പോയാലോ കാറ്റിനു തടയായി മണ്ണാങ്കട്ട. തോറ്റിട്ടു കാറ്റോ പറന്നുപോയി, നനുനേനെ പെയ്തെത്തി മഴത്തുള്ളികൾ. വിങ്ങിക്കരയുന്നു മണ്ണാങ്കട്ട, കരിയില അവനൊരു കുടയായി. ആമോദത്തോടെ അടിവച്ചു നീങ്ങി, ആർത്തു വിളിച്ചെത്തി കാറ്റും മഴയും. മണ്ണാങ്കട്ടയലിഞ്ഞും പോയി, കരിയിലയോ പറന്നും പോയി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതാണ് ഞാൻ. ഈ പരിപാടിയുടെ നന്ദി പറയാനും പിരിച്ചുവിടാനും അവസാനം പുസ്തകത്തിൻ്റെ നന്ദി പ്രകാശനമൊക്കെ നടത്താൻ വേണ്ടി നമ്മുടെ വിജു മാഷെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സമയം കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത്. ഇതെൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഇത് 2020 മുമ്പ് ആലോചനയിലുണ്ടായിരുന്നൊരു പുസ്തകവും അങ്ങനെ പെൻഡിങ്ങിലായിരുന്നതാണ്. അപ്പോഴാണ് ശ്രീ റഹ്മാനുമായി സംസാരിച്ചു പെട്ടെന്ന് തന്നെ ഇത് എടുക്കേണ്ടി വന്നത്. അങ്ങനെ
ഇപ്പോൾ പ്രസാദനത്തിലേക്ക് വന്നു. അതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രസാധകൻ അല്ല പ്രകാശനം ചെയ്യുന്നത് ആര് വേണം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ വളരെ ആപ്റ്റായിട്ടുള്ള വ്യക്തിയെ തന്നെ എനിക്കത് കിട്ടി എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ പബ്ലിക് റിലേഷൻ ഓഫീസറായിരുന്ന പൂലാരംകുൾ ലേബർ സൊസൈറ്റിയുടെ PRO കൂടിയായിട്ടുള്ള, അതോടൊപ്പം തന്നെ ഇപ്പോൾ ലൂക്ക എന്ന ഏറ്റവും പ്രസിദ്ധമായ കേരള ശാസ്ത്രത്തിൻ്റെ ഒരു പോർട്ടലിൽ വഴിക്കുരുക്കിൽപ്പെട്ട പൂവ് എന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവരെയും ആകാംക്ഷയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രചനയുടെ കർത്താവ് കൂടിയായിട്ടുള്ള ശ്രീ മനോജ് പുതിയവിള സാറ് ഇത് പ്രകാശനം ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷവും അത് അദ്ദേഹം അതിനെക്കുറിച്ച് നല്ലൊരു മോട്ടിവേഷൻ എനിക്ക് തന്നു എന്നുള്ളൊരു സന്തോഷം കൂടി പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും, പങ്കെടുത്തവർക്കും, ഇവിടെ എന്നോടൊപ്പം അതോടൊപ്പം എൻ്റെ 2 വിദ്യാർത്ഥികൾ കൂടി ഇതിനു വേണ്ടി ഇവിടെ വന്നു എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ പരിപാടി അവസാനിച്ചിരിക്കുന്നു.